നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. നമുക്കതും അറിയണമല്ലോ അല്ലേ. അവർ ഏത് പോയിന്റിലാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്കറിയണ്ടേ. കാർഡ്സ് ഷഫിൾഡാണ്, എടുക്കാം കേട്ടോ. 3 of Wands, Strength, 9 of Wands, Tower, 4 of Pentacles, 7 of Pentacles, Ace of Cups, Hierophant, High Priestess, 8 of Pentacles. കൂടുതലായും അവർ വിചാരിക്കുന്നത് അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ചിലർക്കൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെയാലും അവർ വിചാരിക്കുന്നത് ഈ തേർഡ് പാർട്ടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് ഒരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കേണ്ടത് അവരുടെ ചുമതലയാണ്. കാരണം അവിടെ ഫാമിലി ഇൻവോൾവ് ആണ്. ഓക്കെ, അതുകൊണ്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യണം എന്നിവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പലരും ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിലാണ് അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പെരുമാറുന്നത് കേട്ടോ. ഇവർ ഒന്നിച്ചായിരിക്കും, പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് അവരവരുടെ അടുത്ത് പെരുമാറുന്നത്. പലരും മാനസികമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അകൽച്ചയിലാണ്. ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സത്യം ഒന്നും ഇവരറിയാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇവരുടെ തേർഡ് പാർട്ടിയെ അറിയിച്ചിട്ടൊന്നുമില്ല. റെസ്പോൺസിബിൾ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഉറപ്പായിട്ടും ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലർക്ക് അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് യാതൊരു ഇഷ്യൂവും ഇല്ല. അവരവിടെ സ്നേഹമായിട്ട് തന്നെയാണ് പോകുന്നത്. സ്നേഹമായിട്ടും ഒരു പ്രോപ്പർ സ്പൗസ് റിലേഷൻഷിപ്പിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ചിലർ സമൂഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഓക്കെയാണ് എന്ന് ഭാവിച്ച് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ കുറച്ച് ബോധേഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് അവരുടെ തേർഡ് പാർട്ടിയെ നല്ല ഭയമാണ്. ഓക്കെ, അവരെ ഭയന്ന് ഒരു റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ട്. ഫൈനാൻഷ്യലായിട്ട് ഇവരെന്തായാലും ഏത് തരം തേർഡ് പാർട്ടി ആയാലും അവിടെ ആ ഒരു സപ്പോർട്ട്, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവരവരുടെ ജോലിയിലും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ടതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കണം അവിടെ പലരും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ചുരുക്കം പേര് സ്നേഹമായിട്ടും പോകുന്നുണ്ട്.